കണ്ടോ ഫ്രണ്ട്സ്, റംബുട്ടാൻ കായ്ച്ചിരിക്കുന്നുണ്ടോ? എല്ലാം വിളഞ്ഞ് പരുവായിട്ടുണ്ട്. ഇത് 3-ാം വർഷത്തിലാണ് കായ്ച്ചു തുടങ്ങിയത്. ഇപ്പം 5-ാമത്തെ വർഷമാണ്. ഇത്തവണയാണ് എനിക്ക് ഇത്രയും കായ കിട്ടിയത്. ഫസ്റ്റ് 3-ാമത്തെ വർഷം കായ്ച്ചപ്പോൾ കുറച്ച് കായൊക്കെ കിട്ടി. പക്ഷേ കഴിഞ്ഞ വർഷം മൊത്തം വീണുപോയി. വീണൊക്കെ അഴുകിപ്പോയി. ഒരു കാ പോലും കിട്ടിയില്ല. ഇത്തവണ നിറച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതലായിട്ട് താഴെ വീണ് പോയി. അതിൽ നിന്ന് മൂന്നിലോ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഈ മരത്തിലുള്ളൂ. ബാക്കി അത്രയും പോയി. പക്ഷെ 2-3-4 ദിവസത്തോടെ കഴിയുമ്പോൾ ഇതിനേക്കാളും ഭംഗിയായിരിക്കും കേട്ടോ. അന്നേരം ഞാൻ വീഡിയോ ഇടാം. പക്ഷെ നിൽക്കുമെന്ന് ഉറപ്പില്ല. ഇത് ആരുടെ ഇതിനൊരു അവകാശമുണ്ട്, എൻ്റെ മോള്. അപ്പോൾ അവൾ എറണാകുളം നിൽക്കുകയാണ്. അവളെന്തായാലും നാളെയോ മറ്റന്നാളോ ഇങ്ങെത്തും. അപ്പം പിന്നെ അത് നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വീഡിയോ എടുത്തിടാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല കുങ്കുമം പിടിച്ച് കിടക്കുന്ന കണക്കുണ്ടല്ലേ. ഇതപ്പുറത്തേക്കുന്നൊരു കറിവേപ്പാണേ. അത് വലിയ മരമായി. അതിൻ്റെ വെട്ടിക്കളയണം. കുങ്കുമം ഇതുപോലെയാണ്, നല്ല ചുമന്ന കായ് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്. കുങ്കുമം പോലെയുണ്ട്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ പക്ഷേ കുങ്കുമം ഇല്ലായിരുന്നു. പക്ഷെ ഞാനൊരിടത്ത് കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. തിന്നാനും ടേസ്റ്റാണ്, കാണാനും ഭംഗിയാണ്. പക്ഷേ ഇത് വാങ്ങി നടുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്ലാന്റ് ആകുമെന്ന്. ഞാൻ കൊണ്ടുവന്ന് ഫ്രണ്ടിലാണ് നട്ടു വെച്ചത്. അതിന് ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വന്ന സമയത്താണ് പുള്ളിക്കാരെ എടുത്ത് ഈ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ അത് ബാക്കിൽ കൊണ്ട് നട്ടിട്ട് ഇപ്പം തന്നെ ഇവിടെ മൊത്തം അങ്ങ് പടർന്ന് ഇരച്ച് ഒരു പ്ലാന്റാണ് ഈ നിൽക്കുന്നത്. എത്ര സ്ഥലമാണത് അപഹരിച്ചതെന്നറിയാമോ? വീട്ടുവളപ്പിൽ നടുന്നതിനേക്കാളും നല്ല ദൂരെ മാറി നടുന്നതാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. വീട്ടുവളപ്പിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക്, കാരണം സ്ഥലക്കുറവുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത്തിരി സ്ഥലം ഉണ്ടായിട്ട് പോലും ഇത് ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഇരുളമാണ് അങ്ങോട്ട് നോക്കുമ്പോൾ. ഞാൻ ഇപ്പോൾ ഇത് മുകളിൽ നിന്നാണ് പിടിക്കുന്നത് ഈ വീഡിയോ. കാരണം എനിക്ക് താഴെ നിന്നാൽ ഇത് മൊത്തമായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുകളിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പം ആര് ഇനി ഇത് വാങ്ങി നടാൻ നട്ട് കഴിഞ്ഞാൽ നിറച്ചുണ്ടാകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് വാങ്ങിച്ച് ധൈര്യമായിട്ട് നടാം. നല്ല ക്വാളിറ്റിയുള്ള നോക്കി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്വാളിറ്റിയാണ്. അത് വാങ്ങിച്ച് നടണം. പിന്നെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് ഏരിയ ഉള്ളിടത്തോട്ട് നടുന്നതാണ് നല്ലത്. കാരണം അപ്പം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആകത്തില്ല. അതിന് സ്വസ്ഥമായിട്ട് നിന്ന് വളരാനും പറ്റും.